പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരു 5 മിനിറ്റ് മുമ്പ് വരെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അത് എന്നേക്കാൾ ഉദ്ഘാടനം ഈ രാജ്യത്തെ എല്ലാ രംഗങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായ അഴീക്കോട് നടത്തുമെന്ന് ഉറപ്പുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ ചുമതല എനിക്ക് വരികയത്. അതുകൊണ്ട് നിങ്ങളോട് ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഗാംഭീര്യത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷയും എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാകണ്ട. ഞാൻ എന്നും ഓരോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്, ഏതെങ്കിലും സമയത്ത് രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒന്ന്. അത് ആ കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാം എന്ന് നിങ്ങളോട് വാക്ക് പറയുകയാണ്. ഇത് പെട്ടെന്ന് തോന്നിയ, ഇവിടെ കയറി നിൽക്കുമ്പോൾ തോന്നുന്ന ശിഥില ചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. ക്യാമ്പാകുമ്പോൾ വടക്കഞ്ചേരി പറഞ്ഞതുപോലെ തന്നെ 50 പേരാണ് ആദർശപരമായ ക്യാമ്പ്. നമ്മൾ എഴുതി വെക്കുമല്ലോ ബോർഡ്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി എന്നൊക്കെ. അതുപോലെയാണ് 50 പേരുള്ളത് ആദർശപരമായൊരു ക്യാമ്പ്. അത് 75 ആയാൽ അതിൻ്റെ ഗുണം അല്പം കുറഞ്ഞ ക്യാമ്പാണെന്ന് പറയാവുന്ന ക്യാമ്പ്. 100 പേരാകുമ്പോൾ ഭക്ഷണം 3 നേരം കഴിക്കുന്നതിൻ്റെ സ്ഥിതിയിലേക്ക് ഇതെത്തും. ഇത് 100 അല്ല, അതിൻ്റെ ഇരട്ടിയോളം ആളുകൾ വന്നിരിക്കുകയാണ്. ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമ്പിന് വരുന്നതിൽ നിന്ന് വ്യത്യസ്തരായ ആളുകൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഈ ക്യാമ്പ് പൂർത്തിയായി ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നിങ്ങൾ ഈ ക്യാമ്പിലേക്ക് വന്ന സ്വഭാവമോ വീക്ഷണമോ വിജ്ഞാനമോ വിവരമോ ഒന്നും അല്ല. അതിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യരെ, മാതൃകാപരമായ പ്രകൃതി ജീവിതം നയിക്കുന്നവരെ, വേണ്ടി വന്നാൽ പ്രകൃതി ചികിത്സ നടത്താൻ സാധിക്കുന്നവരെ, ഏറ്റവും ചുരുങ്ങിയത് വടക്കഞ്ചേരി ഹോസ്പിറ്റലിന് മുമ്പിൽ പല സ്ഥലങ്ങളിലും എഴുതി വച്ചിരിക്കുന്നത് പോലെ തന്നെ രോഗിയായി വന്ന് ഡോക്ടറായി പോകുന്ന പോലെ സ്വന്തം ശരീരത്തിൻ്റെ എങ്കിലും ഡോക്ടറായിട്ട് ഇവിടെ നിന്ന് പോവുക. മറ്റൊരാളെ ചികിത്സിക്കാൻ സാധിക്കുന്ന ആളുകളെ സെലക്ട് ചെയ്ത് ഉണ്ടാക്കണമെന്നുണ്ട്. അത് സാധിച്ചില്ലെങ്കിൽ അത് മുഴുവൻ പേരിൽ നിന്ന് സാധിക്കുമോ എന്ന് എണ്ണക്കൂടുതൽ കൊണ്ടുള്ള ഭയമുണ്ട്. ഇതിൽ നിന്നൊക്കെ സെലക്ട് ചെയ്ത് എടുക്കുന്ന ഒരു ടീം വേണ്ടിവരും ആ കാര്യങ്ങളിലേക്ക്. വടക്കഞ്ചേരി ഈ ക്ലാസ്സിലെടുക്കാൻ പോകുന്ന, ഈ ക്യാമ്പിലെടുക്കാൻ പോകുന്ന ക്ലാസ്സുകളുടെ വിവരങ്ങളെക്കുറിച്ച് അല്പം സംസാരിച്ചപ്പം എനിക്ക് തോന്നി, അത് പ്രത്യേക പരിശീലനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം നടത്തേണ്ടതാണ്. വളരെയേറെ വിജ്ഞാനപ്രദവും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വായനയുടെയും ഫലമായിട്ടുണ്ടായ വിവരങ്ങൾ, അത് മുഴുവൻ ഒരു ക്യാമ്പിലൂടെ ആ ക്യാമ്പിലേക്ക് കടന്നു വരുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ പകർന്നു കൊടുക്കുക എന്നുള്ളത്, പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിലും അത് ഉൾക്കൊള്ളാനുള്ള മാനസിക ഘടന പലർക്കും ഉണ്ടാകുമോ എന്ന് സംശയം എനിക്കുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം ഈ രാജ്യത്തെ ആളുകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രകൃതി ചികിത്സയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തെക്കുറിച്ചൊക്കെയുള്ള ആദ്യത്തെ വ്യാപകമായ ഒരു പ്രചരണം ആരംഭിക്കുന്നത് സിയറ വർമ്മയാണ്. ഈ രംഗത്ത് നമ്മളുടെ എല്ലാം ഗുരുനാഥൻ എന്ന് പറയാം അദ്ദേഹത്തെ. അദ്ദേഹമാണ് ഭക്ഷണക്രമീകരണത്തിലൂടെ പ്രകൃതി ജീവിതം സാധിക്കുമെന്നും അതിലൂടെ രോഗങ്ങളില്ലാതാക്കാൻ സാധിക്കുമെന്നും രോഗം വരാത്ത അവസ്ഥ ആർക്കും കൈവരിക്കാൻ സാധിക്കുമെന്നും ആദ്യമായി വ്യാപകമായ തെളിവുകൾ സഹിതം പ്രചരിപ്പിക്കുകയും അതങ്ങനെ തെളിവ് സഹിതം അങ്ങനെയാണെന്ന് ആളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, കേരളം കണ്ട
ഏറ്റവും കൂടുതൽ ഗുണപരമായ മാറ്റം കേരളത്തിലുണ്ടാക്കിയ ആളുകളെ എടുത്താൽ CRR വർമ്മ രണ്ടാമത്തെ മഹാനാണെന്ന്. ഒന്നാമത്തെ മഹാനായി ഞാൻ കാണുന്നത് ജാതിപരമായ അടിമത്തവും അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും അനുഭവിച്ചിരുന്ന ജനതയെ മോചിപ്പിക്കാൻ, പ്രത്യേകിച്ച് പിന്നോക്ക ജാതികളെ മോചിപ്പിക്കാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹമാണ് കേരള സമൂഹത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തത്. സാംസ്കാരിക മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ അദ്ദേഹത്തിന് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയും സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്ത പ്രചരണം നടത്തിയിരുന്ന SNDPയിലൂടെ പ്രാവർത്തികമാക്കിയത് ആർ ശങ്കറാണെന്നേ ഉള്ളൂ. CRR വർമ്മ രംഗത്ത് വരുമ്പം ഈ രാജ്യത്തുള്ള മറ്റൊരടിമത്തം എല്ലാ ജാതികൾക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന അടിമത്തമായിരുന്നു. അത് അലോപ്പതി ഡോക്ടർമാരുടെ അടിമത്തമായിരുന്നു. ഒരു അലോപ്പതി ചികിത്സയ്ക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനിയും ഏറ്റവും യോഗ്യനായ ആൾ പോലും ഒരു MBBS ആയ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നാൽ ആ നിമിഷം മുതൽ ആ ഡോക്ടറുടെ അടിമയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് ഒന്നും പറയാൻ പിന്നെ ആ വിജ്ഞാനിയായ മനുഷ്യന് പോലും, ആ ബുദ്ധിജീവിയായ മനുഷ്യന് പോലും അവകാശമില്ല. എല്ലാം ഡോക്ടർ തീരുമാനിക്കും. ആകെ ഒരു വിജ്ഞാനിക്കും പാമരനും എല്ലാം ചെയ്യാവുന്ന ഒരൊറ്റ പ്രവൃത്തിയേ ഉള്ളൂ. ഡോക്ടറെ വായിലോട്ട് എറിഞ്ഞു തരുന്ന ഗുളിക നിശബ്ദമായി വിഴുങ്ങുക. അത് മാത്രമാണ്. അങ്ങനെ ഡോക്ടറുടെ അടിമത്തം പൂർണ്ണമായി പേരുകയും അത് ഏറ്റവും ബലിഷ്ഠമായ കെട്ടുകളിൽ പെടുകയും ചെയ്ത കാലഘട്ടത്തിലാണ് വർമ്മ രംഗത്തേക്ക് വന്നത്. വർമ്മ ശ്രീനാരായണ ജാതിയുടെ അടിമത്തത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ, പിന്നോക്ക ജാതികളെ മോചിപ്പിച്ചെങ്കിൽ CRR വർമ്മ ചെയ്തത് ഡോക്ടർമാരുടെ അടിമത്തത്തിൽ നിന്ന്, ചികിത്സയുടെ അടിമത്തത്തിൽ നിന്ന്, മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്ന് എല്ലാ ജാതിയിലും എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ മോചനം അരുളുന്ന പ്രവർത്തനമാണ്. അതാണ് പ്രകൃതി ചികിത്സയായി വന്നത്. ഇവിടെ രോഗികളെ ഒരവശരായിട്ടോ അറപ്പോടു കൂടിയോ അല്ല കാണുന്നത്. ഞങ്ങൾ ഒരു രോഗി ആശുപത്രിയിലേക്ക് വരുമ്പോൾ കാണുന്നത് നാളെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന, നാളെ ഞങ്ങളുടെ വിസ്തൃതമായ മഹത്തായ പ്രകൃതിജീവന എന്ന് പറയുന്ന മഹാകുടുംബത്തിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള, അല്ലെ ഇടയുള്ള ഒരാളിനെ സ്വീകരിക്കുന്ന ചിന്തയോടുകൂടിയാണ് ഇവിടെ ചികിത്സിക്കുന്ന ഓരോരുത്തരും, എല്ലാ ആശുപത്രികളിലും ചികിത്സിക്കുന്ന ഡോക്ടർമാരും ആളുകളെല്ലാം കാണുന്നത്. ഇവിടെ അലോപ്പതി ഡോക്ടറെ പോലെ പ്രത്യേക ഒരു ക്ലാസ്സായി മാറി എന്ന് കൽപ്പിക്കുന്ന ഡോക്ടറെ അല്ല പ്രകൃതി ചികിത്സാ രംഗത്ത് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഉത്തമ സുഹൃത്ത്, നിങ്ങളുടെ സ്നേഹിതൻ, നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സമന്മാരായി കാണുന്ന, ഒരുപക്ഷെ സമന്മാരെക്കാൾ കൂടുതൽ ബഹുമാനാദരവോടുകൂടി നിങ്ങളെ കാണുന്ന ഒരാളാണ് ഇവിടേക്ക് ഡോക്ടർ. നാളെ അവർ കടന്നു വന്ന് നിങ്ങളുടെ മഹത്തായ കുടുംബത്തിൽ അംഗമാകും. ഈ മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കും. ഈ മഹത്തായ ജീവിത രീതിയുടെ വക്താക്കളായി അവർ മാറും. അത് കൃത്യമായി പാലിക്കുന്ന മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരായി അവർ മാറും. അങ്ങനെ മാറാനുള്ള ഒരാൾ കടന്നു വരുന്നു എന്നാണ് ആദ്യമായി ഒരു രോഗി തൻ്റെ കഷ്ടപ്പാട് പറയാൻ വരുമ്പോൾ ഞങ്ങൾ അയാളെ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സമീപനമാണ്. അതല്ലാതെ ഒരു അവശനോ ഒരു അകറ്റി നിർത്തേണ്ടവനായ ഒരാളായിട്ടല്ല. ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രകൃതി ചികിത്സാലയങ്ങളെയും നിങ്ങൾ നോക്കൂ. പ്രത്യേകിച്ച് വടക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഏത് പ്രകൃതി ചികിത്സാലയത്തിൽ നിങ്ങൾ നോക്കൂ. അവിടെയൊക്കെ എല്ലാ രോഗികളും എന്നും ഒന്നിച്ചു കൂടുന്നുണ്ട്. അവർ കൂടിയാലോചിക്കുന്നുണ്ട്. അവർ തമ്മിൽ പുതിയ സ്നേഹബന്ധങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതിൽ പലതും എത്രയോ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന, ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നതും ശക്തിപ്പെടുന്നതുമാണ്. അവർ എല്ലാം ഇവിടെ നിന്ന് വിട്ടുപോയാലും ഈ ആശുപത്രിയായി ബന്ധപ്പെടുന്നത് ചികിത്സയ്ക്കല്ല. പിന്നെ ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ കാരണം
അവർ പ്രകൃതി ജീവനത്തിലോട്ട് എത്തുമ്പോഴേ തന്നെ അവർ രോഗത്തിൽ നിന്നും വിമുക്തി നേടുന്നവരായി മാറുന്നു. പക്ഷേ അവർക്ക് ഈ സന്ദേശം നൽകിയ, ഈ മഹാനുഗ്രഹം പ്രദാനം ചെയ്യാൻ പ്രയോജനപ്പെട്ട ആ കേന്ദ്രത്തെ അവരിൽ ആർക്കും വിസ്മരിക്കാൻ സാധ്യമല്ല. അതുമായിട്ടുള്ള ബന്ധം അറുത്തുമുറിക്കാൻ ആർക്കും സാധ്യമല്ല. ആ ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നതാണ്. അലോപ്പതി ആശുപത്രിയിൽ കടന്നു ചെല്ലുന്ന ഒരാളുടെ ബന്ധം മരുന്നുകൾ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ ശക്തി കുറച്ചിട്ട് അതിനേക്കാൾ ശക്തിയുള്ളൊരു പുതിയ രോഗത്തെ സംഭാവന ചെയ്തുകൊണ്ട് നിരന്തരം ആശുപത്രിയുടെ അടിമയാക്കി ആളിനെ മാറ്റി ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് ആളുകൾ എത്തുമ്പോൾ ഇവിടെ നേരെ മറിച്ചാണ്. ഒരിക്കലും രോഗം വരാത്ത അവസ്ഥയുണ്ടാക്കി ഇവിടെ വരുന്ന ആളുകൾക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സ്നേഹത്തിൻ്റെയാണ്, പരസ്പര വിശ്വാസത്തിൻ്റെയാണ്. ഒരു പരിധി വിട്ടാൽ നമുക്കിത് ഉപദേശിച്ചു തന്ന ആ ഡോക്ടർമാരോടുള്ള ഒരു കടപ്പാടിൻ്റെയും കൂടെയാണ്. അങ്ങനെയാണ് നമ്മളിതിനെ കാണുന്നത്. ഇവിടെ അടിമത്തത്തിൻ്റെ പ്രശ്നമില്ല. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ ആശുപത്രിയിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ളതിനേക്കാൾ വികസിച്ചിരിക്കും, അത് വളർന്നിരിക്കും. അതിന് മാന്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും. അതിനെ മാന്യമായി പ്രകൃതി ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. ഞാൻ ആദ്യം ഈ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലേക്ക് വരുന്നത് വൈകുന്നേരമായിരുന്നു. വരുമ്പോൾ ഈ പോർട്ടിക്കോയിൽ, ഈ കാർപോർച്ചിൽ 10-30 രോഗികൾ വട്ടത്തിലിരിപ്പുണ്ട്. അവർ തന്നിൽ സംസാരിക്കുകയാണ്. ഡോക്ടറേ ഇല്ലെന്നേരം. ഡോക്ടറും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഡോക്ടർ എന്തോ കാര്യത്തിന് പുറത്ത് അങ്ങോട്ട് മാറിപ്പോയി. ഞാനത് അവിടെ ഇരുന്ന് കുറച്ച് നേരം അവരുടെ അടുത്തിരുന്ന് ശ്രദ്ധിച്ച് ഒഴിഞ്ഞിരുന്നൊരു കസേരയിലിരുന്നു. ഞാൻ ആരാണെന്ന് പറയാതെ തന്നെ അവിടെ ഇരുന്നു. എന്നെ പരിചയമുള്ള ആളുള്ള രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന സമയത്താണ് 2 രോഗികൾ അതിരാവിലെ പൂർണ്ണമായി രോഗം മാറിയ ആളുകൾ ഈ ആശുപത്രി വിടുകയാണ്. അവർക്ക് നൽകുന്നൊരു യാത്രയപ്പ് യോഗമായിരുന്നു ഇവിടെ ആദ്യം നടക്കുന്ന യോഗം. ഞാൻ ആദ്യം വന്നപ്പോഴേ കാണുന്ന കാഴ്ച എത്ര ഹൃദയഹാരിയായ കാഴ്ചയായിരുന്നത്. എനിക്ക് ഇത്രയേറെ ആനന്ദം ഉണ്ടാക്കിയൊരു സംഭവം സാധാരണ പ്രകൃതി ആശുപത്രികളിൽ ഉണ്ടാകാറില്ല. അത്രയേറെ എനിക്ക് സന്തോഷമുണ്ടായി. അതിൽ എഴുന്നേറ്റ് നിന്ന് യാത്ര പറയൽ നടത്തുകയാണ്. ദീർഘകാലത്തെ ബന്ധം കഴിഞ്ഞ് പിരിയുന്ന ആളുകൾ പരസ്പരം യാത്ര പറയുന്നത് പോലെ. യാത്ര പറയുന്നതിൽ 2-3 ആളുകൾ യാത്ര പറഞ്ഞിട്ട് കണ്ണുനീര് തുടയ്ക്കുന്ന കണ്ടപ്പോൾ 1 മാസത്തിനിടയിൽ 1 മാസത്തിൽ കൂടുതൽ അവരൊന്നും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നില്ല. അവർ തമ്മിലുണ്ടായ സ്നേഹബന്ധത്തിൻ്റെ ആ ശക്തി എന്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതാണ് ഒരു പ്രകൃതി ആശുപത്രി നടത്തുന്നവർക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന അതാണ്. അതിനേക്കാൾ കൂടുതൽ ഇവിടെ അവരെ ചികിത്സിക്കുന്ന, അവരെ നോക്കിയ ഡോക്ടർമാർക്കും അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മറ്റു പ്രവർത്തകർക്കും അഭിമാനിക്കാവുന്നതായിട്ടൊന്നുമില്ല. അത്ര എനിക്ക് സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. ഞാനത് കഴിഞ്ഞ് എവിടെ പ്രസംഗിക്കുമ്പോഴും ആ വിവരം പറയും, 2 പേരെ യാത്ര അയക്കാൻ വേണ്ടി. അതിനുശേഷവും ഞങ്ങൾ ബന്ധപ്പെടുമെന്ന് അവരെഴുന്നേറ്റ് അവരുടെ മറുപടിയുണ്ട്. ഈ ആശുപത്രിയായി ഞങ്ങൾ എന്നും ബന്ധപ്പെട്ടിരിക്കും. മറ്റേതെങ്കിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആശുപത്രികളിൽ ഇതിനു മുമ്പ് കടന്നിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു 50 വയസ്സ് വരെ കേരളത്തിൽ ധാരാളം ആശുപത്രികളിൽ വർഷത്തിലൊരിക്കൽ ആശുപത്രി കിടക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. രോഗം മാറിയിട്ട് സമയമുണ്ടായിരുന്നില്ല. അന്ന് എനിക്കറിയാം, അടുത്ത മുറിയിൽ കിടക്കുന്ന രോഗിയെ ഞാൻ കണ്ടിട്ടില്ല, ആ രോഗി എന്നെയും കണ്ടിട്ടില്ല. ഏതെങ്കിലും അലോപ്പതി ആശുപത്രിയിൽ കിടക്കുന്ന 2 രോഗികൾ തമ്മിൽ ബന്ധം ഉണ്ടാകാറുണ്ടോ? സ്നേഹം ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാറില്ല. അപൂർവം ചിലപ്പോൾ രോഗിയെ ശുശ്രൂഷിക്കാൻ കൂടെ നിൽക്കുന്ന ആളുകൾ തമ്മിൽ ചിലപ്പം പരിചയമോ സ്നേഹമോ ഉണ്ടായെന്ന് വരാം. അതല്ലാതെ രോഗികൾ തമ്മിൽ കാണുന്ന കാഴ്ച പോലുമില്ല. ഒരു രോഗി മറ്റൊരു രോഗിയെ കാണരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. ആ രോഗം ഇങ്ങോട്ട് പകരുമെന്നൊക്കെയാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ രോഗപ്പകർച്ചയുടെ ഏർപ്പാടില്ല. രോഗം ഓരോ ദിവസവും ആളിൽ നിന്ന് അകന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം അവർ കഴിക്കുന്ന ഭക്ഷണവും അവരുടെ ജീവിത രീതിയും രോഗാണുക്കൾക്ക് ശരീരത്തിൽ കയറാനുള്ളതല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭയം ഇവിടെയില്ല. നിങ്ങളെ എല്ലാവരെയും ഒന്നിച്ചിരുത്തും. നിങ്ങൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാകും. നിങ്ങൾ ഒരു കുടുംബാംഗമാണെന്നുള്ള തോന്നൽ വരും. ആ തോന്നലാണ് പ്രകൃതി ആശുപത്രിയുടെ വിജയം. ഇന്ന് അങ്ങനെയുള്ള ആ മഹത്തായ പ്രകൃതി ജീവന കുടുംബത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നതിൽ ഒരു പുതിയ പാന്താവ്, ഒരു പുതിയ സ്റ്റെപ്പ് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഈ ക്യാമ്പിലൂടെ. ഈ ക്യാമ്പ്
ഞാൻ വടക്കഞ്ചേരിയെ പരിചയപ്പെട്ട കാലം തൊട്ട് വടക്കഞ്ചേരിയുടെ മനസ്സിൽ രൂപപ്പെട്ട ആശയങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഇത്. ഓരോ സമയത്ത് അദ്ദേഹം എന്നോട് പറയുമ്പം എനിക്കുള്ള നിർദ്ദേശങ്ങൾ അപ്പം ഞാൻ പറയാറുണ്ട്. അവിടെ ഞാൻ 50 പേര് വേണം കൂടരുത് എന്ന് പറഞ്ഞത്. ഒരു ദിവസം ഞാൻ എത്ര പേരായും ചോദിക്കുമ്പം ഞങ്ങളിവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ 136 പേര് അപ്പം തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ പറഞ്ഞു ഇപ്പം നടത്തണം, ഒരു കാരണവശാലും രജിസ്റ്റർ ചെയ്ത ഒരാളിനെ ഇനി മടക്കി വിടണ്ട. സാധിക്കുമെങ്കിൽ ആ രജിസ്റ്റർ ചെയ്തതിൽ കുറേ ആളുകളെ നമുക്ക് അടുത്തൊരു ക്യാമ്പ് വെക്കാം, ആ ക്യാമ്പിലേക്ക് മാറ്റാം. അതിൻ്റെ കാരണം 100 പേരുണ്ടെങ്കിലും 200 പേരുണ്ടെങ്കിലും ഞങ്ങൾ പ്രസംഗിക്കുന്നതെല്ലാം ഒരുപോലെയായിരിക്കും, ഞങ്ങൾ എടുക്കുന്ന ക്ലാസ് ഒരുപോലെയായിരിക്കും, വിഷയങ്ങളോട് ഞങ്ങൾ ചെയ്യുന്ന ഒരുപോലെയായിരിക്കും. പക്ഷേ ക്യാമ്പിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ക്യാമ്പ് ലൈഫ് ഉണ്ടാകണം. ഈ ക്യാമ്പിൽ വന്ന് ഓരോരുത്തരും പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാകണം. അതിനൊരു ആൾക്കൂട്ടമായി പോയാൽ സാധ്യമല്ല എന്നുള്ള ചിന്തയുണ്ട്. അതിനാണ് എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ പറയുന്നത്. അവസാനം ആൾക്കൂട്ടം ഉണ്ടാകുമെന്നുള്ള തോന്നൽ വന്നു, 500 പേര് വരെ വന്നേക്കും എന്നുള്ള ഭയം വന്നു. അപ്പം ഞങ്ങൾ ആലോചിച്ചു അടുത്തൊരു ക്യാമ്പ് വെക്കാം. അങ്ങനെ ഡിസംബറിൽ അവസാന ആഴ്ച ക്യാമ്പ് വെക്കാൻ തീരുമാനിച്ചു. ഇവിടെ തന്നെ ആ ക്യാമ്പ് നടത്തുന്നതായിരിക്കും. ഈ ക്യാമ്പ് പോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു ക്യാമ്പ് എന്നല്ല ഇപ്പം എനിക്ക് തോന്നുന്നത്, എല്ലാ മാസവും അവസാനത്തെ ആഴ്ച ഇതുപോലെ ഓരോ ക്യാമ്പ് നടത്തണം. ഒരു 100 പേരിൽ താഴെ ഉൾക്കൊള്ളുന്ന ക്യാമ്പുകൾ. ഇപ്പം ഞങ്ങൾ പുതിയൊരു ആശുപത്രിക്കുള്ള സ്ഥലം പോയി നോക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നമുക്കിപ്പോൾ ആശുപത്രിയില്ല. എല്ലാ ജില്ലകളിലും ഒരു 5-6 മാസത്തിനകം ആശുപത്രികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട് നമുക്ക്. എല്ലാ ജില്ലകളിലും അരുവി ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ അരുവിയുടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 5-6 മാസം നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൽ ഞങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. ക്യാമ്പിന് ഏറ്റവും പറ്റിയൊരു സൈറ്റ്. അവിടെ ക്യാമ്പ് ജനുവരി മാസം അവസാനത്തോടുകൂടി അവിടെ നടത്താൻ സാധിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പിന്നെ ക്യാമ്പ് അങ്ങോട്ട് മാറ്റാം. ഇഷ്ടംപോലെ സ്ഥല സൗകര്യം, 10-20 ഏക്കറിലധികം ഭൂമി, എല്ലാ സൗകര്യങ്ങളും. കേരളത്തിൽ ഒരു സ്ഥലത്ത് ആർക്കും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി അവിടെ കൂടുതൽ പഠിക്കാനും കൂടുതൽ ശാന്തമായിരിക്കാനും കൂടുതൽ സൂര്യപ്രകാശം കൊള്ളാനും മറ്റ് വ്യായാമങ്ങൾ നടത്താനും പ്രാണായാമം നടത്താനും എല്ലാമുള്ള നാട്ടിൻപുറത്തിൻ്റെ എല്ലാ പരിശുദ്ധിയുള്ള ഒരു പ്രദേശം. അത് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിനവിടെ ആശുപത്രി ആരംഭിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞാൽ ക്യാമ്പുണ്ട്. അവിടെ ഇതല്ല, ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് താമസിക്കാൻ സൗകര്യം കിട്ടും, മുറികൾ കിട്ടും, മറ്റ് സൗകര്യങ്ങളെല്ലാം കിട്ടും. അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി എല്ലാ മാസവും ക്യാമ്പ് നടത്തണം. അങ്ങനെ വടക്കഞ്ചേരി പറയുന്ന 10,000 ഒരു പ്രാഥമിക ലക്ഷ്യമാണ്. നമ്മുടെ ലക്ഷ്യം കേരളത്തിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കേരളത്തിലാണ്. അവരുടെ തെറ്റായ ജീവിതരീതിയാണ്. അവരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഒരു നൂറ്റാണ്ടിലേറെക്കാലമായി പഠിപ്പിച്ച ഇവിടുത്തെ ചികിത്സാക്രമങ്ങൾ പഠിപ്പിച്ച തെറ്റായ പഠിപ്പീരിൻ്റെ ഫലമായി, തെറ്റായ മരുന്നുകളുടെ ഫലമായി, പഥ്യം നോക്കാതെ ചിട്ടയില്ലാത്ത ജീവിതം ഉപദേശിച്ചതിൻ്റെ ഫലമായി, മദ്യപാനത്തിന് പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഫലമായി, സർവ്വ ജലവും, എല്ലാ കിണറും എല്ലാ കുളവും എല്ലാ നദികളും എല്ലാ തോടും എല്ലാ ജലാശയങ്ങളും ഇവിടെ പരിശുദ്ധമായിരുന്നു ഒരു 50-60 വർഷം മുമ്പ് വരെ. ഇന്ന് ഒരൊറ്റ ജലാശയം, ശുദ്ധിയുള്ള ഒരു ജലാശയം ചെന്നെടുക്കാൻ പ്രയാസമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത ജനം എവിടെയും വേസ്റ്റ് വലിച്ചെറിയാനും ഏത് പട്ടണവും വൃത്തിഹീനമാക്കാനും നമുക്ക് സാധിക്കുന്ന സ്ഥിതിയിലിട്ട് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ഒരു 50-60 വർഷക്കാലത്തിനിടയിൽ വന്ന മാറ്റമാണ്. എല്ലാ രോഗങ്ങളും നമ്മൾ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ചു എന്ന് പറയുന്ന രോഗങ്ങളെല്ലാം കൂടുതൽ ശക്തിയോടുകൂടി ഇപ്പോൾ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകരമായ അവസ്ഥ. എല്ലാ രോഗങ്ങളും ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന, ഏറ്റവും കൂടുതൽ ഹൃദ്രോഗത്തിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ, ഏറ്റവും കൂടുതൽ ക്യാൻസറിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗത്തിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ, ഏറ്റവും കൂടുതൽ പഞ്ചസാര രോഗത്തിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ. ഇതൊക്കെ ഇവിടെയാണിന്ന്. ഏറ്റവും തെറ്റായ രീതിയിലുള്ള ആഹാര രീതി, പാഠപുസ്തകങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു വിദ്യാഭ്യാസ രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇറച്ചിയും മീനും മുട്ടയും പാലും ആണ് ഉത്തമ ആഹാരം എന്ന് ഞാനൊക്കെ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പാഠപുസ്തകത്തിലൂടെ വായിച്ച് പഠിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ച്
നമ്മളെ നശിപ്പിച്ച ലോകത്തിൻ്റെ സ്വർഗമായിരിക്കേണ്ട കേരളം അത് മാറ്റിയെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ഇത് പ്രകൃതിപരമായ സ്വർഗമാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ ഇത് നരകാക്കി. ഇതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് ഡോക്ടർമാരുടെ ഒരു ശൃംഖല ഉണ്ടാക്കിയുണ്ടല്ലോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രകൃതി ജീവനം ഉപദേശിക്കുന്നവർ, ഇവിടെ ഡോക്ടർമാരുടെ സ്ഥാനം അവർക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളതല്ല, ഡിഗ്രിയുടെ ആധിക്യമല്ല. അലോപ്പതി ഡോക്ടർമാർ ബോർഡ് നിറയെ ഡിഗ്രി എഴുതി വെക്കാൻ സാധിച്ചാൽ അതിലെന്തോ നേട്ടമുണ്ടെന്ന് മെച്ചമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ട്. നമുക്കതില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ള, ഏറ്റവും കൂടുതൽ സ്നേഹം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന, ഏറ്റവും നല്ല ജീവിത രീതി സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ആളുകൾക്ക് മാതൃക കാണിക്കാൻ സാധിക്കുന്ന ആളാണ് ഏറ്റവും നല്ല ചികിത്സകൻ. നമ്മുടെ അങ്ങനെയുള്ള ചികിത്സയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നത്. ഇവിടെ ഡോക്ടർമാർ പ്രത്യേക വർഗ്ഗമാകാൻ നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെ വർഗ്ഗമാകുന്നതിനെപ്പറ്റി പ്രകൃതി ഡിഗ്രി മേടിച്ചു വന്നവരുടെ ഇടയിൽ പോലും ചിന്ത ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള അപകടം നമ്മൾ കാണുന്നുണ്ട്. പ്രകൃതി ഡിഗ്രി കൊടുക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിൽ കുറേയുണ്ട്. അവിടെ നിന്ന് ഡിഗ്രി എടുത്തു വന്ന ആളുകൾ ഞങ്ങൾ ഡിഗ്രിക്കാരാണ് എന്ന് പറയാണ്. എന്ത് ഡിഗ്രി എടുത്താലും അലോപ്പതി ബോർഡ് നിറയെ ഡിഗ്രി എഴുതി വെക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? നടക്കാൻ പാടില്ലാത്ത, കൊടവയറ് താങ്ങിക്കൊണ്ട് നടക്കാൻ മേലാത്ത ഡോക്ടർ, മദ്യപിക്കുന്ന ഡോക്ടർ, സ്ഥിരം പുകവലിക്കുന്ന ഡോക്ടർ. ഒരു രോഗിക്ക് അല്ലെങ്കിൽ ഒരു ആരോഗ്യ ജീവിതത്തിന് മാതൃകയായി എന്തെങ്കിലും സ്വന്തം ജീവിതത്തിൽ നിന്ന് അവരിൽ നിന്ന് പകർത്തിയെടുക്കാൻ നമുക്കില്ല. ഡിഗ്രി എത്ര ഉണ്ടായിട്ടെന്താ കാര്യം? നാട്ടിൻപുറങ്ങളിലെ ഒരു വിദ്യാഭ്യാസം ലഭിക്കാത്ത, സ്കൂളിൽ പോലും പോകാത്ത ചില വൃദ്ധന്മാരിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ, എത്രയോ കൂടുതൽ ജീവിതത്തെക്കുറിച്ച് സൽപ്പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ പ്രകൃതി ഡോക്ടറെ കാണുന്നത് ഒരു ഉപദേശകനായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, സ്നേഹിതനായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ പ്രകൃതി ഡോക്ടർ, പ്രകൃതി ജീവിതം ഉപദേശിക്കുന്ന ആരും മാതൃകയായിരിക്കണം. ഇന്ന് മാതൃകകളില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത്, വളരാൻ തുടങ്ങുമ്പോൾ, വിദ്യാർത്ഥിയായിരുന്ന കാലത്തൊക്കെ സമസ്ത മേഖലകളിലും സമൂഹത്തിൽ മാതൃകകൾ ഉണ്ടായിരുന്നു, ഉത്തമ മാതൃകകൾ. ലോകത്തിൽ ഏറ്റവും മഹത്തായ ആളുകളുടെ മാതൃകകൾ ഉണ്ടായിരുന്നു. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. 12 വയസ്സ് വരെ ലോകത്ത് ജനിച്ചതിലേക്ക് ഏറ്റവും മഹാനായ മനുഷ്യനോടൊത്ത് ജീവിക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷെ എന്നും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചുകൊണ്ട് അറിഞ്ഞിരിക്കാൻ, എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കാൻ, അദ്ദേഹമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ മഹാനെന്ന് എൻ്റെ മാതാപിതാക്കന്മാർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞതിൻ്റെ ഫലം അദ്ദേഹത്തെ അങ്ങനെ കാണാനും അദ്ദേഹത്തെ മാതൃകയാക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന പണ്ഡിറ്റ് ജവഹർലാലാണെങ്കിലും, വല്ലഭായ് പട്ടേലാണെങ്കിലും, സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിലും, രാജഗോപാലാചാരി ആണെങ്കിലും, രാജേന്ദ്ര പ്രസാദ് ആണെങ്കിലും നിസ്വാർത്ഥ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ ആദരം പിടിച്ചു പറ്റി എല്ലാം രാജ്യത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായ ആളുകളായിരുന്നു അവർ. അവരങ്ങനെയാണ് ജീവിച്ചത്. രാജേന്ദ്ര പ്രസാദിൻ്റെ ഒരു ഫോട്ടോ ഞാൻ വളരെ കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. വേറൊന്നുമല്ല, അദ്ദേഹം പ്രസിഡന്റ് പദം ഏറ്റെടുക്കാൻ വേണ്ടി ബീഹാറിൽ നിന്ന് വരുന്ന വഴി അദ്ദേഹത്തിന് കുളിക്കണമെന്ന് തോന്നി. തീവണ്ടിയിലാണ് വന്നത്. തീവണ്ടിയുടെ പ്ലാറ്റ്ഫോറത്തിലേക്ക്, റെയിൽവേ പാതയിലേക്ക് ഇറങ്ങി നിന്നിട്ട് അവിടെയുള്ളൊരു പൈപ്പിൽ നിന്ന് അതിൻ്റെ ചോട്ടിൽ അദ്ദേഹം കുളിക്കുക ചെയ്ത്. ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ, അത് ഏറ്റെടുക്കാൻ അദ്ദേഹം വരികയാണ്. അങ്ങനെയാണ് അവരൊക്കെ ജീവിച്ചിരുന്നത്. അങ്ങനെയുള്ള മാതൃകകൾ നിറഞ്ഞു നിന്ന, ഇവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും കേളപ്പനെ പോലെയുള്ള ത്യാഗികൾ, എല്ലാം സമൂഹത്തിന് വേണ്ടി ത്യജിച്ച ആളുകളുടെ മാതൃകകൾ ഞങ്ങൾക്ക് നൂറുകണക്കിന് മാതൃകകൾ ഓരോ ഗ്രാമങ്ങളിലും എല്ലാം ത്യജിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മാതൃകകൾ കാണാനുണ്ടായിരുന്നു. ഇന്ന് ആ രംഗത്ത് ഇന്ത്യ മുഴുവൻ തപ്പിയിട്ട് ഒരു മാതൃക എടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അന്ന് ഈ രംഗത്ത് മാത്രമല്ല, സാഹിത്യരംഗത്ത് ബങ്കിംചന്ദ്രനോ ശരത്ചന്ദ്രനോ രവീന്ദ്രനാഥ് ടാഗോറോ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ എന്തുമാത്രം മാതൃകകൾ എല്ലാ ഭാഷകളിലും തന്നെ ഇതുപോലെ ഉണ്ടായിരുന്നു. ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു. സാംസ്കാരിക രംഗത്ത് എല്ലാം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നു. MP പോളിനെ പോലെയും മുണ്ടശ്ശേരിയും പോലെയുള്ള മാതൃകാപരമായ ജീവിതം നയിച്ച, വിദ്യാർത്ഥിക്ക് വേണ്ടി ജീവിച്ച, വിജ്ഞാനത്തിന് വേണ്ടി ജീവിച്ച അധ്യാപകർ, സമസ്ത രംഗങ്ങളിലും മാതൃകകൾ അന്ന് കാണാൻ സാധിക്കുമായിരുന്നു.
അങ്ങനെ ലോകത്തിലെ ഏറ്റവും മഹത്തായ മാതൃകകൾ ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും കണ്ടു വളരാൻ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് സാധിച്ചതിൻ്റെ സൗഭാഗ്യമുണ്ട്. ഇന്നത്തെ കുട്ടികളെക്കുറിച്ച് എനിക്ക് ദുഃഖമുണ്ട്. സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ വൻപിച്ച നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. ലോകത്തിൽ എവിടെ നടക്കുന്ന സംഭവം ഇന്ന് നേരിട്ട് അതേ സമയത്ത് കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായി ലോകത്തിൽ ആരോടും നേരിൽ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യയുടെ വളർച്ച ഉണ്ട്. പക്ഷേ മാതൃകയാക്കാവുന്ന ഒരാളിനെ സാഹിത്യരംഗത്തോ കലാരംഗത്തോ സാംസ്കാരിക രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ വൈദ്യസഹായ രംഗത്തോ അങ്ങനെ ഒരു രംഗത്തും രാഷ്ട്രീയ രംഗത്തോ ഒന്നും ഇന്ന് ലോകത്തിൽ എങ്ങും കാണാൻ സാധിക്കാത്ത മാതൃകകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരുന്ന ഇന്ത്യയിൽ പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് ശ്രമിക്കുകയാണ്. അടിയിൽ നിന്ന് ഇനി മാറ്റം ഉണ്ടായാലേ സാധിക്കുള്ളൂ. മുകളിൽ നിന്നുള്ള മാറ്റത്തിൻ്റെത് മദർ തെരേസയുടെ മരണത്തോടുകൂടി അതിൻ്റെ അവസാനത്തെ മണി മുഴങ്ങിക്കഴിഞ്ഞു. ഇനി താഴെ നിന്ന് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. താഴെ നിന്ന് ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച്, മാതൃകപര ജീവിതത്തെക്കുറിച്ച്, ശ്രേഷ്ഠമായ ജീവിതത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ബോധമുള്ള എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാൻ സാധിക്കുന്ന, അതിനാദ്യം സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ സാധിക്കുന്ന, സ്വന്തം ശരീരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന, അതിൽ രോഗം വരുന്ന എങ്ങനെയെന്നും രോഗമില്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി നിൽക്കാൻ സാധിക്കുന്ന, ജീവിക്കാൻ സാധിക്കുന്ന, അതിനുള്ള ആളുകൾക്ക് വിവരങ്ങൾ നൽകാനാണ് ഇന്ന് വടക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ ആളുകൾ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാന രംഗമായിട്ടാണ് ഈ ക്യാമ്പുകൾ കാണുന്നത്. മുന്നോട്ടിങ്ങനെ നടക്കുന്ന എല്ലാ ക്യാമ്പുകളെയും കാണുന്നത്. ഈ ക്യാമ്പിൽ നിങ്ങൾ കടന്നു വന്നതിൽ നിന്ന് വ്യത്യസ്തനായിട്ടല്ല ഈ ഗേറ്റ് കടന്ന് നിങ്ങൾ പുറത്തു പോകുന്നെങ്കിൽ, 7 ദിവസം കഴിഞ്ഞ് പോകുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു സംശയം ലഭിക്കുകയില്ല. പാടെ വ്യത്യസ്തനായൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കണം. വന്നതിനേക്കാൾ സ്നേഹസമ്പന്നനായി, വന്നതിനേക്കാൾ ശ്രേഷ്ഠതയുടെ മനസ്സുമായി, വന്നതിനേക്കാൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂടുതൽ ജ്വാലയുണ്ടായി, അതിന് കൂടുതൽ കരുത്തുണ്ടായി, കൂടുതൽ വിജ്ഞാനം വിവരമുണ്ടായി, എല്ലാ സംഗതികളിലും ജീവിതത്തിൻ്റെ സമസ്ത രംഗങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു വീക്ഷണം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച് ഇവിടെ നിങ്ങൾ പുറത്തിറങ്ങാൻ സാധിക്കണം. പുതിയ മനുഷ്യനായിട്ട് നിങ്ങൾ ഇറങ്ങണം. നാട്ടിൻപുറങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളിഞ്ഞ് പോരുന്ന സമയത്ത് നിങ്ങളെ യാത്ര പറഞ്ഞ് ബസ് കയറ്റി വിട്ട ആളുകൾക്ക് തോന്നണം, ഇവൻ പോയിട്ട് വന്നിട്ട് വ്യത്യസ്തനായിരിക്കുന്നല്ലോ. ഇവൻ്റെ ജീവിതത്തിൽ, ഇവൻ്റെ ഭക്ഷണക്രമത്തിൽ, നടപ്പിൽ, എടുപ്പിൽ, സംസാരത്തിൽ എല്ലാം വ്യത്യസ്തരായെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴാണ് നിങ്ങളെ അനുകരിക്കാൻ, നിങ്ങളെ പിൻചൊല്ലാൻ, നിങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ, നിങ്ങൾ വന്ന പോലെ ഇനി ക്യാമ്പിലേക്ക് കൂടുതൽ ആളുകൾക്ക് വരാനുള്ള ആവേശം ഉണ്ടാകുന്ന അപ്പോഴാണ്. അങ്ങനെയാണ് പ്രചരിക്കേണ്ടത്. പ്രകൃതിവിധം പ്രചരിച്ചത് ഏതെങ്കിലും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലൂടെയല്ല. രാഷ്ട്രീയം പ്രചരിച്ചതും വിദ്യാഭ്യാസം പ്രചരിച്ചതും മറ്റെല്ലാ സാമൂഹ്യ മാറ്റങ്ങൾക്കുള്ള തിരുനാളം കൊളുത്തിയതെല്ലാം മാധ്യമങ്ങളിലൂടെയാണ്. പ്രകൃതിജീവനത്തിന് ആ സഹായം തരാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചില്ല. കാരണം പ്രധാന മാധ്യമങ്ങളെല്ലാം തന്നെ പ്രകൃതിജീവനത്തിന് വിരുദ്ധമായ ജീവിത രീതി തുറന്നിരിക്കുന്ന അലോപ്പതിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയായിരുന്നു. ചില ആദർശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ചില മാധ്യമങ്ങൾ മാത്രമാണ് നമ്മളോട് ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ മാധ്യമ പ്രവർത്തനത്തെ ബിസിനസ്സായി കാണുന്ന ആർക്കും ഇവിടെ വരാൻ സാധ്യമല്ല. നമ്മളിതിനെ ബിസിനസ്സായിട്ടല്ല കാണുന്നത്. ആശുപത്രികൾ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. സേവനരംഗങ്ങൾ വറ്റി വരേണ്ട ഒരു കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസം ഇവിടെ സേവനമല്ല, ഏറ്റവും വലിയ പിടിച്ചുപറിയായി മാറിയിരിക്കുന്നു. ആതുര സേവനം ഇവിടെ സേവനമല്ല, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പണം ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിവിടെ ബസ്സിൽ കയറുമ്പോൾ ബസ്സിൽ എൻ്റെ അടുത്ത് ഒരു വയോവൃദ്ധൻ ഇരുന്നിരുന്നു. വൃദ്ധനല്ലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തോട് ഞാൻ അടുത്തിരുന്നപ്പോൾ കുറെ കൂടെ അടുത്തിരുന്നുള്ളൂ എന്നോട് പറഞ്ഞ് അദ്ദേഹം കുറച്ചുകൂടി ഒതുങ്ങി തന്നു. സാധാരണ അങ്ങനെ ചെയ്യാറില്ല ആളുകൾ. അല്പം കൂടെ കാലകത്തി വെച്ച് ഇരിക്കാനല്ലേ ശ്രമിക്കുന്നത് വേറൊരാൾ വരുമ്പോൾ. അദ്ദേഹം ഒതുങ്ങി തന്നപ്പം എനിക്ക് അദ്ദേഹം ഒരു മാന്യനാണല്ലോ എന്ന് അപ്പം തന്നെ തോന്നി. ഇരുന്ന് കഴിഞ്ഞപ്പം എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കുന്തിപ്പുഴ എന്ന് പറഞ്ഞപ്പോഴേ പ്രകൃതി ആശുപത്രിയിൽ പോവുകയാണോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ആണ് എന്ന് ഞാൻ പറഞ്ഞു. ആശുപത്രി അറിയാവോ? ശരിക്കറിയാം. എൻ്റെ അയൽവക്കത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ഒരു മാറാരോഗി ഉണ്ടായിരുന്നു. എല്ലാ ചികിത്സ എന്ത് രോഗമെന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല.
എല്ലാ ചികിത്സാക്രമങ്ങളും പരാജയപ്പെട്ട ശേഷം അദ്ദേഹം കുന്തിപ്പുഴ പോയി. ഒരു മാസം ഇവിടെ താമസിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നു. ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞു. ഇത്രേ മണ്ണാർക്കാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ദൂരമേ ഉള്ളൂ. അതിനിടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പ്രായമായെന്ന്. അപ്പോൾ എന്നേക്കാൾ വളരെ മൂത്തതായിരിക്കും എന്നോർത്താണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു 60 വയസ്സായെന്ന്. പക്ഷേ 60 വയസ്സിൽ കൂടുതൽ വാർദ്ധക്യം കണ്ടാൽ തോന്നും. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ 15 വയസ്സ് നിങ്ങളെക്കാൾ മൂത്തതാണ്. അപ്പോൾ അയാൾ എന്നോട് വേഗം ചോദിച്ചു, നിങ്ങൾ പ്രകൃതി ജീവനക്കാരനായിരിക്കില്ലേ എന്ന്. ഞാൻ പറഞ്ഞാണ്. വെറും ഒരു അദ്ദേഹം സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മനുഷ്യൻ സ്കൂളിൽ പോയ ഒരു മട്ടും സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അനുഭവങ്ങളിലൂടെ സത്യം കണ്ടെത്താനുള്ള ശ്രമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്ത് ഭംഗിയായി പ്രകൃതി ജീവിതത്തെക്കുറിച്ച്. ഏറ്റവും നല്ലൊരു ജീവിത രീതിയാണ്. പക്ഷേ പലർക്കും അനുഷ്ഠിക്കാൻ മടിയുണ്ട്, പ്രയാസമുണ്ടാകും എന്ന് അദ്ദേഹം എന്നോട് ഇവിടെ ഇറങ്ങുമ്പോൾ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞ് എന്നെ ഇവിടെ വന്നപ്പം ബെല്ലടിക്കാൻ പറയാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇവിടെ. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം. സ്വന്തം അയൽവക്കത്തെ തൻ്റെ സ്നേഹിതൻ മാറാരോഗം ഒരിക്കലും മാറില്ലെന്ന രോഗത്തോടുകൂടി മരിക്കാൻ പോകുന്നെന്ന് തോന്നിയ ആൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന വെറും അദ്ദേഹം അത് പറയുന്നുണ്ട്, ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം ഒരാളുടെ രോഗം മാറി. ഇന്നൊരു രോഗമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. ഇത് ഈ രംഗത്തുണ്ട്. പക്ഷേ അങ്ങനെ നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളിലേക്ക് വളരെ ചെറിയ തോതിൽ ഇതിൻ്റെ പ്രചരണം നടക്കുക. അങ്ങനല്ല. ഇത് സമൂഹത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓരോ വർഷവും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ മരിക്കുന്ന ഓരോ കടിയ രോഗങ്ങൾ കൊണ്ട് മരിക്കുന്ന നാടായി കേരളം മാറിയിരിക്കുന്നു. ആ മരിക്കുന്നവർക്കെല്ലാം ഇവിടെ ജീവിച്ചിരിക്കാൻ പ്രകൃതിജീവനത്തിനോട് ബന്ധപ്പെട്ടെങ്കിൽ സാധിക്കുമായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാവരും മരിക്കുന്ന പ്രായം കഴിഞ്ഞ് ഞാനിന്ന് 10-20 വയസ്സും കൂടെ കഴിയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ശരാശരി വയസ്സൊക്കെ ഞാൻ പിന്നിട്ടു പ്രകൃതിജീവനത്തിലേക്ക് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിതിനു മുമ്പേ മരിച്ച് മണ്ണടിയിലാകുമായിരുന്നല്ലോ. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാനോ ഈ സന്ദേശം പ്രചരിപ്പിക്കാനോ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് വർമ്മ തുറന്നു വന്ന രംഗം അത് കൂടുതൽ ഫലവത്തായി. വർമ്മ പറഞ്ഞ ആശയങ്ങൾ പ്രവർത്തിയിൽ കൊണ്ടുവരാൻ ആശുപത്രികളും ഇതുപോലുള്ള ക്യാമ്പുകളും എല്ലാം സംഘടിപ്പിക്കാൻ തൻ്റെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് ഇന്ന് വടക്കഞ്ചേരി ചെയ്യുന്നത്. ശ്രീനാരായണ സന്ദേശങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ ആർച്ചങ്കർ ചെയ്തോ അതുപോലെയാണ് പ്രകൃതിജീവന സന്ദേശത്തിൽ ഇന്ന് വടക്കഞ്ചേരിയുടെ പ്രവൃത്തി. അതിന് പിന്തുണ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് ഏതൊരു നന്മ ചിന്തിക്കുന്ന മനുഷ്യൻ്റെയും കടമയും കർത്തവ്യമാണെന്നും അത് ഈ രാജ്യത്ത് ചെയ്യേണ്ട ഭാവി തലമുറയോട് ചെയ്യേണ്ട ഒരു നീതി മാത്രമാണെന്നും അവർക്ക് ജീവിക്കാൻ അനുകൂലമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കേണ്ടത് അതിനാവശ്യമാണെന്നും അതിനുള്ള അല്പം കൂടി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും വിപുലമായ മേഖലയെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ തിരിച്ചുവിടാനുള്ള ഞങ്ങളുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ആദ്യത്തെ ആരംഭമാണ് ഈ ക്യാമ്പ്. ഈ ക്യാമ്പിൽ നിങ്ങളെ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തുമാത്രം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. 1-2 ദിവസത്തിനകം ഞങ്ങൾക്കത് ബോധ്യം വരുമ്പോൾ അതനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ പറയുന്നത് അതേ രീതിയിൽ പോകാമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കൂടുതൽ ലളിതമാക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പറയുന്ന മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതനുസരിച്ച് മനസ്സിനെ ചലിപ്പിക്കാനും സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ എല്ലാവർക്കും സാധിച്ചില്ലെങ്കിൽ വീണ്ടുള്ള ക്യാമ്പുകളിൽ വീണ്ടും അറ്റൻഡ് ചെയ്യാം. അങ്ങനെ ക്രമേണ ഇതിലേക്ക് എത്തണമെന്നുണ്ട്. എന്ത് വന്നാലും ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത് ഇവിടെ വന്നതിന് വ്യത്യസ്തരായ മനുഷ്യരായിട്ടായിരിക്കണം. അതല്ലെങ്കിൽ ഞങ്ങളുടെ ഉദ്ദേശവും ഇതിനുവേണ്ടി ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെല്ലാം വൃഥാവിലാവും. അതാകില്ല എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ താല്പര്യം സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. അതാണ് 100 പേരിൽ താഴെ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ട് രജിസ്ട്രേഷൻ ബലമായി തടഞ്ഞിട്ട് വീണ്ടും ക്യാമ്പ് നടത്താമെന്ന് വാഗ്ദാനം ആളുകൾക്ക് നൽകിക്കൊണ്ട് രജിസ്ട്രേഷൻ നിർത്തിവെക്കാൻ നിർബന്ധിതരായത്. അതുകൊണ്ട് ഈ ക്യാമ്പ് മുന്നോട്ട് പോകും. കൂടുതൽ ആളുകൾ ഇവിടെ കൊണ്ടുവരും. ഇത് പ്രചരിപ്പിക്കും. പ്രകൃതി ജീവനത്തോട് ബന്ധപ്പെട്ട ആളുകൾ, നിങ്ങളിവിടെ നിന്ന് പോകുന്ന ആളുകൾ ഇതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്ന പ്രചാരകരായി മാറണം. ആളുകൾക്ക് നിങ്ങൾ മാതൃകയാകണം. ഇതാ ഒരു പ്രകൃതി ജീവനക്കാരൻ പോകുന്നു എന്നൊരുത്തനെ കൈചൂണ്ടി നിങ്ങളെ പറയാൻ സാധിക്കണം. മാറി നിൽക്കുന്നൊരുത്തന് ഒരു പ്രകൃതി ജീവനം എങ്ങനെയാണെന്ന് തോന്നണം. പ്രകൃതി ജീവനം അസാധ്യമല്ലെന്നും ആർക്കും സാധിക്കുന്നതാണെന്നും ഏത് വിദ്യാവിഹീനും ഏത് പാമരനും ഏത് ആരോഗ്യക്കുറവുള്ളവനും ഏത് രോഗിയായവനും ഒക്കെ നാളെ സാധിക്കുന്നവനാണെന്ന് നമുക്കിന്ന് ബോധ്യമുണ്ട്.
പക്ഷേ അത് സാമാന്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർ ശീലിച്ച ഭക്ഷണക്രമത്തിൽ നിന്ന് മാറാൻ അവർക്ക് കഴിവില്ലെന്ന് അവർ ധരിക്കുന്നത്. കഴിവുണ്ടെന്ന് നമ്മൾ പറയുകയാണ്. എത്രയോ രുചികരമായ ഭക്ഷണ സാധനങ്ങൾ പ്രകൃതിവനത്തിൽ വന്നപ്പോൾ ഞാൻ ഉപേക്ഷിച്ചു. ഇന്ന് വരെ അതിലേതെങ്കിലും ഒന്ന് കഴിക്കണമെന്നുള്ള പ്രലോഭനം എനിക്ക് തോന്നിയിട്ടില്ല. അത്രയധികം എൻ്റെ മനസ്സ് ഇതാണ് ശരിയെന്നുള്ള ബോധ്യമുണ്ട്. ഈ രംഗത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കണം. ഓരോ ആളിനോടും കാണുമ്പോൾ അയക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപദേശിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് അലോപ്പതിയിലെ കേരളത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രസിദ്ധനായ, ഏറ്റവും കൂടുതൽ അന്ന് ലോകത്തിൽ തന്നെ ഓപ്പറേഷൻ നടത്തിയ ഒരു ഡോക്ടറെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടർ സോമർവെൽ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പത്രങ്ങളിൽ അന്ന് വാരികകളിൽ എവിടെയോ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഓരോ ഓപ്പറേഷൻ ഞാൻ നടത്തുമ്പോൾ, ഓപ്പറേഷൻ മേശയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ, കത്തി എൻ്റെ കയ്യിൽ എടുക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കിടക്കുന്ന ശരീരം ഞാൻ വണങ്ങി ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിൻ്റെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ ശരീരത്തോടെ എങ്ങനെ പെരുമാറണം, അതുപോലെ ഞാൻ ഓപ്പറേഷനിൽ പെരുമാറിയിരുന്നത്. ഞാൻ ക്രിസ്തുവിനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഓർത്ത് ഞാൻ ചെയ്തു. അങ്ങനെയുള്ളൊരൊറ്റ ഡോക്ടർ ഇന്ന് ലോകം മുഴുവൻ തപ്പിയാൽ കാണുന്നില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമുക്കതുപോലെ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും മനോഹര നോവലായ നിങ്ങൾ ആരോഗ്യ നികേതനം, താരാശങ്കർ ബാനർജി എഴുതിയ ആരോഗ്യ നികേതനം, അതിൽ ജീവൻ മഷായിയുണ്ട്. പാരമ്പര്യ വൈദ്യനാണ്. അതിനോട് കിടനിൽക്കാവുന്ന ഒരു പാരമ്പര്യ വൈദ്യനെ തിരുമുൽപ്പാടിനേക്കാൾ കുറെ കൂടെ ഉയർന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ജീവൻ മഷായി നിൽക്കുന്നത്. ഇന്ന് നമ്മളുടെ സുഖജീവിതത്തിനെതിരായി, സംതൃപ്ത ജീവിതത്തിനെതിരായി, മഹത്തായ സ്നേഹത്തിനെതിരായി ഈ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള എല്ലാത്തിനും, കീടനാശിനികൾ ഉയർത്തുന്ന ഭീതി മുതൽ എല്ലാത്തിനും, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് എല്ലാത്തിനെതിരായി, എല്ലാ മലിനീകരണ പ്രവർത്തനങ്ങൾക്കെതിരായി ചിന്തിക്കുന്ന, നീങ്ങുന്ന, പ്രവർത്തിക്കുന്ന ഒരു വലിയ നിരയെ, അതിൽ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളൊരു നിരയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ചെയ്യുകയാണ്. അത് മനസ്സിലാക്കി അവിടെ വരുന്ന കുറവുകൾ, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങളോട് പറയണം, ഞങ്ങളത് പരിഹരിക്കും. ഇത് നമ്മളുടെ എല്ലാം കൂടെ ക്യാമ്പാണ്. ഇത് വടക്കഞ്ചേരിയുടെ മാത്രം ക്യാമ്പല്ല. പ്രധാനമായിട്ട് അദ്ദേഹമാണ് ഇതിൻ്റെ അകത്തെ ആളെങ്കിലും ഇത് നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് തുല്യ പങ്കാളികളാണ്. ആ പങ്കാളിത്ത ബോധം നമുക്കുണ്ടാകണം. ഇവിടെ ആരും തമ്മിൽ ഭേദഗതിയൊന്നുമില്ല. എല്ലാവരും യോജിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്നൊരവസരം ഉണ്ടായി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്നലെ വരെ നിങ്ങൾക്കില്ലാത്തത് 200 ആത്മാർത്ഥ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെ സ്നേഹിക്കുന്നവർക്ക് ഇറങ്ങിയിട്ട് സമൂഹത്തെ സേവിക്കാൻ സാധിക്കുള്ളൂ. സ്നേഹമാണ് സമൂഹത്തിലെ ഏറ്റവും മഹത്തായ കാര്യം. അതിനേക്കാൾ മഹത്തായിട്ട് ഒന്നുമില്ല. ആ സ്നേഹം, ഒരു പ്രകൃതിജീവനക്കാരൻ അവൻ എല്ലാ മനുഷ്യരോടും മാത്രമല്ല, അവൻ അവൻ്റെ ശരീരത്തോട് നീതി കാണിക്കും. അവൻ്റെ ബന്ധത്തിൽപ്പെടുന്നവരോടെല്ലാം അവനെ ചെയ്യും. അവൻ ബന്ധപ്പെടുന്നവരോട് മാത്രമല്ല, സമൂഹത്തെ മുഴുവൻ അവൻ സ്നേഹിക്കും. സമൂഹത്തെ മാത്രമല്ല, മനുഷ്യരെ മാത്രമല്ല, എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവികളെയും അവൻ സ്നേഹിക്കും. എല്ലാ സസ്യങ്ങളെയും അവൻ സ്നേഹിക്കും. അവൻ വായുവിനെ സ്നേഹിക്കും. അവൻ വെള്ളത്തെ സ്നേഹിക്കും. അതൊന്നും അശുദ്ധമാകാതിരിക്കാൻ അവൻ നോക്കും. അതുകൊണ്ട് അല്പം ശ്രമിച്ചു തന്നെ എല്ലാവരെയും പരിചയപ്പെടാനും, എല്ലാവരും മറ്റൊഴിവ് സമയങ്ങളിൽ പരസ്പരം ബന്ധപ്പെടാനും, ഒരു പുതിയ സ്നേഹബന്ധം ഉണ്ടാക്കാനും, അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ വളർത്തിയെടുക്കേണ്ട, നിലനിർത്തേണ്ട സ്നേഹബന്ധങ്ങൾക്ക് അസ്ഥിവാരം ഇടുകയാണ് നിങ്ങൾ എന്നുള്ള തോന്നലോടുകൂടി ഇവിടെ ജീവിക്കാനും നിങ്ങൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഈ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായി പറയുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്.